വില്യം ബ്ലേക്കിൻ്റെ പോയ്സൺ ട്രീ എന്നുള്ള വർക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വില്യം ബ്ലേക്കിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. ലണ്ടനിലാണ് ജനിച്ചത്. പോയറ്റായിരുന്നു, ആർട്ടിസ്റ്റായിരുന്നു, ആൻഡ് ഹീസ് ഓൾസോ എ പെയിൻറ്ററാണ്. പിന്നെ എന്താ പറയുക, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദി റൊമാൻറ്റിക് ഏജ് എന്ന് നമുക്ക് ഇദ്ദേഹത്തിനെ പറയാം. പോയട്രിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അദ്ദേഹം എഴുതുന്ന കവിതകളോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ കുറച്ച് ഇമേജസ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ വരയ്ക്കുമായിരുന്നു. ഫേമസ് വർക്ക് എന്ന് പറയുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ദ ലാംബ്, ദ ടൈഗർ എക്സെട്ര. പിന്നെ എഴുതുന്ന രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിത്തിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഫിലോസഫിക്കൽ അല്ലെങ്കിൽ മോറൽ ക്വസ്റ്റ്യൻസ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ. പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഇദ്ദേഹം തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ റിലിജനെതിരെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലിജനെതിരെയും പൊളിറ്റിക്കലായിട്ടുള്ള ഒപ്രഷനെതിരെയൊക്കെ ഇദ്ദേഹം എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ ഡിസ്ലൈക്ക് അദ്ദേഹത്തിൻ്റെ പോയംസിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇമാജിനേഷൻ, ഇമോഷൻ, നേച്ചർ, ഇൻഡിവിജ്വലിസം ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വില്യം ബ്ലേക്കിൻ്റെ എ പോയ്സൺ ട്രീ എന്നുള്ള വർക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സ്പീക്കർ ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫ്രണ്ട്, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ദ സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരനോടുള്ള ദേഷ്യത്തിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് നമ്മളോട്. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ദേഷ്യത്തിലായിരുന്നു, ആൻഡ് ഐ ടോൾഡ് ഹിം, അതായത് എൻ്റെ ദേഷ്യത്തിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുവാണ്, ആൻഡ് ദി ആങ്കർ ഇസ് റിസോൾവ്ഡ് നൗ, അതായത് ഇപ്പോൾ അതുകൊണ്ട് ദേഷ്യത്തിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് കൊണ്ട് ആ ദേഷ്യം അങ്ങ് റിസോൾവ് ആയി. ആൻഡ് പിന്നെ അടുത്ത എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സ്പീക്കർ ഒരു എനിമിയുടെ അടുത്തുള്ള ദേഷ്യത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫോ എന്ന് വെച്ചാൽ എനിമി, ആൻഡ് ഐ ടോൾഡ് ഇറ്റ് നോട്ട്, മൈ റാത്ത് ഡിഡ് ഗ്രോ, പക്ഷേ ഞാനത് തുറന്ന് പറഞ്ഞില്ല, ഞാനത് എക്സ്പ്രസ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലിരുന്ന ആ ദേഷ്യം എന്ത് ചെയ്തു, ഇൻറ്റൻസിഫൈ ചെയ്തു. സ്റ്റാൻസ 2-നകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കർ ആങ്കറിനെ വളർത്തിക്കൊണ്ട് വരുന്ന, അതായത് ദേഷ്യം, അതായത് ആങ്കറിനെ നറിഷ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യം, അതായത് മനസ്സിലുള്ള ദേഷ്യത്തിനെ കുറിച്ച് തുറന്നു പറയാതെ അത് മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിനകത്ത് ഫിയറും സാഡ്നെസ്സും എല്ലാം കൂടെ ഗ്രോ ചെയ്ത് അതിനെ സപ്രസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഇമോഷൻസ് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോഷൻസ് കൂടുകയുള്ളൂ. ഇമോഷൻസ് ക്യാൻ ഗ്രോ വെൻ ഇറ്റ് ഇസ് സപ്രസ്ഡ് എന്നാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഫിയറിനെയും അദ്ദേഹത്തിൻ്റെ സാഡ്നെസ്സിനെയും വിഷമത്തിനെയും എല്ലാം രാവിലെയും നൈറ്റും എല്ലാം അതിനെ എന്ത് ചെയ്തു, വാട്ടർ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അതിനെ അതങ്ങ് മനസ്സിലിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചതുകൊണ്ട് ആ ദേഷ്യം എന്നുള്ളത് പതുക്കെ പേടിയും വിഷമവും ആയി മാറി. അദ്ദേഹം തന്നെ അതിനെ വളർത്താൻ തുടങ്ങി, വെള്ളം ഒഴിച്ച് വളർത്താൻ തുടങ്ങി എന്നാണ് പറയുന്നത്. രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും, അതായത് ഇമോഷൻസിനെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് കൂടത്തേ ഉള്ളൂ, അല്ലാതെ കുറയത്തില്ല. ആൻഡ് ഐ സൺഡ് ഇറ്റ് വിത്ത് സ്മൈൽസ് എന്നാണ് പറയുന്നത്. അതായത് സ്പീക്കർ എന്നിട്ട് പോലും ഫ്രണ്ട്ലി ആയിട്ടും എന്താ പറയുക, പറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അഭിനയിക്കുന്ന രീതിയിലൊക്കെ ആളുകളുടെ അടുത്ത് പെരുമാറാൻ തുടങ്ങി. പക്ഷേ എൻ്റെ മനസ്സിനുള്ളിൽ, സ്പീക്കറിൻ്റെ മനസ്സിനുള്ളിൽ കടുത്ത ഹേറ്റ്രഡ്നെസ്സും അതുപോലെ തന്നെ മാനിപ്പുലേഷനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എന്ന് വെച്ചാൽ മനസ്സിൽ ദേഷ്യം ഉണ്ടായിട്ടും പുറത്തത് കാണിക്കാതെ അഭിനയിച്ച് ആണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത് സ്വന്തമായിട്ട്. സ്റ്റാൻസ 3-കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഹിഡൻ ആങ്കർ, ദേഷ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇവൻച്വലി അത് എന്തായി മാറാൻ തുടങ്ങി, ഒരു ബ്രൈറ്റ് ടെംപ്റ്റിംഗ് ആപ്പിളായിട്ട് മാറാൻ തുടങ്ങി. അതായത് റിവെഞ്ച് അല്ലെങ്കിൽ പക പോലെ ആകാൻ തുടങ്ങി ആരുടെ മൈൻഡിൽ, നമ്മുടെ സ്പീക്കറിൻ്റെ മൈൻഡിൽ. ആൻഡ് ഈ എനിമി ഈ ഒരു ആപ്പിൾ കാണുമ്പോൾ, അതായത് ഈ ബ്രൈറ്റ് ആപ്പിളായി മാറിയെന്ന് പറഞ്ഞല്ലോ. ബ്രൈറ്റ് ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, റിവെഞ്ച് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. റിവെഞ്ചിനെയാണ് ഇവിടെ ബ്രൈറ്റ് ആപ്പിൾ എന്ന് പറയുന്നത്. അതായത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ദേഷ്യം അത് വളരെ പതുക്കെ പകയായി മാറി. ആ പകയെ ഒരു ആപ്പിളുമായിട്ട്, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ടെംപ്റ്റിംഗ് ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ഈ എനിമി ഈ ആപ്പിൾ കാണുന്നു ആൻഡ് റെക്കഗ്നൈസ് ചെയ്യുന്നു ഈ സ്പീക്കറിൻ്റെ ആപ്പിൾ ആണെന്നുള്ളത്. അത് സ്പീക്കറിൻ്റെ ദേഷ്യത്തിൽ നിന്ന് ഉണ്ടായ ആപ്പിളാണെന്ന് എനിമിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇനി എനിമി എന്ത് ചെയ്യുവാണ്, ആ സ്പീക്കറിൻ്റെ ഗാർഡനിലോട്ട് രാത്രിയിൽ പ്രവേശിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഈ ആപ്പിൾ സ്റ്റീൽ ചെയ്യാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി കൊണ്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി കയറുന്നു. ആൻഡ് ദെൻ സ്പീക്കർ എന്ത് ചെയ്യാണ്, ഫൈൻസ് ദി എനിമി ഡെഡ് അണ്ടർ ദ ട്രീ. ആ സമയത്ത് മോർണിംഗിൽ, രാവിലെ എന്താണ് നമ്മുടെ സ്പീക്കർ കാണുന്നത്, ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഈ എനിമി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആ പോയിസണസ് ഫ്രൂട്ട് എടുത്ത് കഴിക്കുന്നു.
അതായത് പോയിസണസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, മെറ്റഫറായിട്ട് പറയുകയാണ്. ഇയാളുടെ മനസ്സിൽ, സ്പീക്കറിൻ്റെ മനസ്സിലെ ദേഷ്യം, അതാണ് ഇവിടുത്തെ പോയിസണസ് ഫ്രൂട്ട്. അതായത് ആ മനസ്സിലെ ദേഷ്യം വളർന്ന് ഒരു പോയിസണസ് ഫ്രൂട്ടായിട്ട് മാറി, വിഷമുള്ളൊരു ഫ്രൂട്ടായിട്ട് മാറി. ഇതറിയാതെ ഈ എനിമി എന്ത് ചെയ്യുന്നു, അതിനെ മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ മരിച്ചു കിടക്കുന്നു എനിമി. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇയാളുടെ പകയിൽ ആര് പാത്രമായി അല്ലെങ്കിൽ വിക്റ്റിമായി മാറി, ഇയാളുടെ എനിമി വിക്റ്റിമായി മാറി മരിച്ചു കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും നാൾ സപ്രസ് ചെയ്തിരിക്കുന്ന ആങ്കറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, അതൊരു പോയിസണസ് ഫ്രൂട്ടായിട്ട് മാറി. അപ്പോൾ പോയിസണസ് ഫ്രൂട്ട് ആര് കൺസ്യൂം ചെയ്തെന്നാണ് പറഞ്ഞത്, എനിമി കൺസ്യൂം ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു ആപ്പിൾ എടുത്ത് തിന്നു അങ്ങനെയല്ല പറയുന്നത്, നമ്മൾ മനസ്സിനകത്ത് കാര്യങ്ങൾ ഓപ്പണായിട്ട്, നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ഓപ്പൺലി വഴക്കുണ്ടാക്കും, നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയും, നീ എന്തിനാ അത് ചെയ്ത്, എന്തിനാ ഇത് ചെയ്ത്, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. പക്ഷേ നമ്മൾ എനിമിയുടെ അടുത്ത് അങ്ങനെ പറയൂ ഇല്ല. നമ്മൾ എനിമിയുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ഇമോഷൻസ് എല്ലാം നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാൻ തുടങ്ങും. അങ്ങനെ ആ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് വളരെ ആദ്യം ദേഷ്യവും പേടിയൊക്കെ ആയിരിക്കും, പിന്നീട് വിഷമത്തിലോട്ട് മാറിയിട്ട് പിന്നീട് ഇതൊരു പോയിസണസ് ഫ്രൂട്ടായിട്ട് മാറും. ആൻഡ് നൗ ഹിസ് ആങ്കർ എന്ന് പറയുന്നത് ടേൺ ടു എ പോയിസണസ് ഫ്രൂട്ട്. ആൻഡ് ദിസ് പോയിസണസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് എനിമി കാണുന്നു, എനിമി അത് റെക്കഗ്നൈസ് ചെയ്യുന്നു, ആ എനിമിക്ക് അറിയാം അത് പോയിസണസ് ഫ്രൂട്ട് ആണെന്ന്. പക്ഷേ സ്റ്റിൽ എന്ത് ചെയ്യുന്നു, എനിമി അതിനെ സ്റ്റീൽ ചെയ്യുന്നു. പക്ഷേ ലേറ്റർ എന്താണെന്നാണ് പറയുന്നത്, മോർണിംഗിൽ എനിമി ആ പോയിസണസ് ഫ്രൂട്ട് കഴിച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ഇയാളുടെ പക ആ എനിമിയുടെ അടുത്ത് വീട്ടി ആ എനിമി അവിടെ മരിച്ചു. അപ്പോൾ സ്റ്റാൻസ 1 ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഫ്രണ്ടുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു തീർത്തു, പക്ഷേ എനിമി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു തീർക്കാത്തത് കൊണ്ട് ഇറ്റ് ഡേഞ്ചറസ്ലി ഗ്രൂ ഇൻ മൈ ഹാർട്ട്. സ്പീക്കർ എന്ത് ചെയ്യുവാണ്, ഈ ഹിഡൻ ആങ്കറിനെ ഫിയറോടുകൂടിയും ടീയേഴ്സോടുകൂടിയും മാനിപ്പുലേഷനോടുകൂടിയും അതിങ്ങനെ വളരാൻ അനുവദിച്ചു. അങ്ങനെ ഈ ആങ്കർ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട്, അതായത് ഒരു ഡെഡ്ലി ആപ്പിളായിട്ട് മാറി. അത് എനിമിയുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, എനിമി എന്ത് ചെയ്യാണ്, ഈ ആപ്പിൾ കണ്ട് ടെംപ്റ്റഡ് ആയിട്ട് രാത്രിയിൽ അത് മോഷ്ടിക്കുന്നു. പക്ഷേ ഇൻ ദ മോർണിംഗ് എന്താണ്, ട്രീയുടെ ചോട്ടിൽ മരിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ തീമായിട്ട് വരുന്നത്, സപ്രസ്ഡ് ഇമോഷനാണ്. അതായത് നമ്മൾ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ ഇമോഷൻസ് സപ്രസ് ചെയ്ത് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെയധികം പോയിസണസ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ക്രൂവലായിരിക്കും. അത് എക്സ്പ്രസ് ചെയ്യണം എപ്പോഴും നമ്മുടെ ഇമോഷൻസ്. പിന്നെ വരുന്നത് ഡിസെപ്ഷൻ അല്ലെങ്കിൽ ഹിപ്പോക്രസി. സ്പീക്കർ ഫാൾസ് ആയിട്ട്, ഫേക്കായിട്ട് സ്മൈൽ ചെയ്തും ട്രിക്കി ആയിട്ട് നിന്നും ഫീലിങ്സിനെയൊക്കെ ഹൈഡ് ചെയ്തിട്ടും പൊളൈറ്റ്നെസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വളരെ പൊളൈറ്റായിട്ട് മാസ്ക് ചെയ്തു അഭിനയിച്ചുമാണ് ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എനിമിയുടെ മുമ്പിൽ നിന്നത്, ദേഷ്യം ഉണ്ടായിട്ട് പോലും. പിന്നെ റിവെഞ്ചും അതിൻ്റെ കോൺസിക്വൻസ്. ഈ ആങ്കർ എന്ന് പറയുന്നത് പതുക്കെ റിവെഞ്ചായിട്ട് മാറി. അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എനിമി മരിച്ചു കിടക്കുന്നതായിരുന്നു. പിന്നെ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചാണ് ഇവിടെ വില്യം ബ്ലേക്ക് എന്നുള്ള പോയിറ്റ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നാച്ചുറലാണ്, പക്ഷേ അതെന്ന് പറയുന്നത് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് ഡിസ്ട്രക്ഷനിലോട്ട് പോകും. ഓക്കെ, പിന്നത്തെ സെൻട്രൽ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസിനെ സപ്രസ് ചെയ്യരുത്, റാദർ നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഡെഡ്ലി ആയിട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. പിന്നെ ആപ്പിൾ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, ആപ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഡ്ലി ടെംപ്റ്റേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഇതുണ്ടല്ലോ, ബൈബിളിനകത്ത് സ്റ്റോറി ഉണ്ടല്ലോ, ആഡമിൻ്റെ ഈവിൻ്റെയും പോയിസണസ് ആപ്പിൾ കഴിക്കരുതെന്ന് പറയുന്നു. ആപ്പിൾ കഴിക്കുന്നു, നമ്മുടെ ഫോർബിഡൻ ഫ്രൂട്ടായിട്ട് ആപ്പിളിനെ ഡിക്ലെയർ ചെയ്യുവാണ് ഗോഡ്. എന്നിട്ട് ആഡമിൻ്റെ അടുത്ത് ഈവിൻ്റെ അടുത്ത് പറയും ആപ്പിൾ കഴിക്കരുതെന്ന്. പക്ഷേ സെയ്റ്റൻ സ്നേക്കിൻ്റെ രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും, ആപ്പിൾ കഴിക്കണമെന്ന് പറയുന്നു. ഈവ് ടെംപ്റ്റഡ് ആയിട്ട് ആ ഈവ് എന്ത് ചെയ്യുന്നു, ആപ്പിൾ കഴിക്കുന്നു. അങ്ങനെയാണ് ഹ്യൂമൻ കൈൻഡിൻ്റെ ഫോള് വന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എല്ലാം സിൻഡായിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. SINNED സിൻഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ആ ആപ്പിൾ, ആ ബിബ്ലിക്കലായിട്ടുള്ളൊരു ബൈബിളിലായിട്ടുള്ളൊരു കണക്ഷൻ ഈ ആപ്പിളിനും ഉണ്ട്. ആപ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആങ്കർ സപ്രസ് ചെയ്ത് അത് റിവെഞ്ചായി മാറിയേക്കുന്നു, അങ്ങനെ അത് പോയിസണസ് ഫ്രൂട്ടായിട്ട് മാറി. പിന്നെ റിയൽ ലൈഫായിട്ട് ഇതെങ്ങനെ ഈ പോം റിലേറ്റഡ് ആവുന്നത്, നമ്മളെ ഇമോഷൻസൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ അൺസ്പോക്കൺ ആയിട്ട് മനസ്സിൽ തന്നെ സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് മാറുകയും നമുക്ക് ആളുകളുള്ള റിലേഷൻഷിപ്പിനെ അത് ഡാമേജ് ചെയ്യുകയും അവസാനം അവരെ തന്നെ നമ്മളെന്താണ് ഒരു ഡെഡ്ലി കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു പോയത്തിനകത്ത് ആര് സംസാരിക്കുന്ന, വില്യം ബ്ലേക്ക് സംസാരിക്കുന്നത്.